അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എംബഡിങ്ങും വേർഡ് വിക്കുമാണ്. എംബഡിംഗ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ലേണിംഗ് വേ ആണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ന്യൂമറിക്കൽ വേയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മൾട്ടി ഡയമെൻഷണൽ സ്പേസിനകത്ത് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എംബഡിംഗ് എന്ന് പറയുന്നത്. ഈ എംബഡിംഗ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആണ് റെപ്രസെന്റ് ചെയ്ത്. അതായത് ഇപ്പം നമുക്കിപ്പം ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടെങ്കിൽ ആ ഹ്യൂമൻ്റെ അകത്ത് വരുന്ന മാന്, വുമണ്, ചൈൽഡ്, അങ്ങനെ എല്ലാ സാധനവും ഒരു ഹ്യൂമൻ്റെ അകത്ത് തന്നെ ബേസ് ആയിട്ടായിരിക്കും വരിക. അതേമാതിരി ഇപ്പൊ കാർ എന്ന് പറയുമ്പോഴും ഇപ്പം വീൽസ് വരുന്നത്, ഡോറ് വരുന്നത്, വിൻഡോ വരുന്നത്, അങ്ങനത്തെ പാർട്ടായിട്ടില്ല മിക്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു ഒരു പാർട്ടായിട്ട് ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ പോലെ പ്ലേസ് ആക്കി വെക്കുന്നതാണ് ഈ എംബഡിംഗ് എന്ന് പറയുന്നത്. അതായത് വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്സ് ഉള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് എടുത്ത് വെക്കുന്നതിനെയാണ് ഈ എംബഡിങ്സ് എന്ന് പറയുന്നത്. ഈ എംബഡിങ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് വേർഡ് ടു വിക്ക് എന്ന് പറയുന്നത്. ഈ വേർഡ് ടു വിക്ക് എന്ന് പറയുന്ന ഒരു ആൽഗോരിതം ആണ്. ആക്ച്വലി ഈ ആൽഗോരിതം ക്രിയേറ്റ് ചെയ്തത് ഗൂഗിളിലെ എഞ്ചിനീയേഴ്സ് ആണ്. ഇവർ വേർഡ്സിനെ ഹൈ ഡൈമെൻഷണൽ വെക്ടർ സ്പേസിൽ സിമാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ള സാധനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ വേർഡ് ടു വിക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ആൽഗോരിതംസ് ആണ്. ഒന്ന് സീബോയും പിന്നെ സ്ക്രിപ്റ്റ് ഗ്രാമറും. ഈ സീബോ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് വേർഡ് ബേസിൽ നെക്സ്റ്റ് വേർഡ് വരുന്നത് ഏതാണോ ആ കോണ്ടക്സ്റ്റിലുള്ള വേർഡ്സ് വരുന്നത് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുക. രണ്ടാമത്തതും അതേപോലെ കോണ്ടക്സ് ഓഫ് വേർഡ് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക സ്ക്രിപ്റ്റ് ഗ്രാം എന്ന് പറയുന്ന സാധനം. ഈ എംബഡിങ്സ് വേർഡ് വിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടേഴ്സിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ലാംഗ്വേജസ് ഹൈ ഡൈമെൻഷണൽ ഡാറ്റേൻ്റെ അകത്ത് ഇപ്പം ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂടെ നമുക്ക് ഇപ്പം ഇത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സിന് ഈസി ആയിരിക്കും. പിന്നെ NLPൻ്റെ അകത്ത് ഇത് ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ, സെന്റിമെന്റ് അനാലിസിസ്, പിന്നെ മിസിയൻ ട്രാൻസ്ലേഷൻ, സെർച്ച്, ഇതിലെല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും. സെന്റിമെന്റ് അനാലിസിസിലൊക്കെ ഇപ്പോൾ നമ്മളൊരു ബേസ് ആയിട്ടുള്ള വേർഡ് ആണെങ്കിൽ ഇപ്പോൾ ഹീ സാഡ് എന്ന് പറയുമ്പോൾ ഈ സാഡിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കുക. അതേമാതിരി സെർച്ചിൻ്റെ അകത്ത് ഒരേ സിമിലർ വേർഡ്സിലുള്ള സാധനങ്ങളെ കണ്ടുപിടിക്കുക. അങ്ങനത്തെ സാധനത്തിനൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.